വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ചക്കപ്പഴം ഉപയോഗിച്ചിട്ട് ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ പക്കോട ഉണ്ടാക്കുന്നുണ്ട്. ഇതും ചക്ക ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഈ നോമ്പ് കാലത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു മിൽക്ക് ഷേക്കും പക്കോടയുമാണ്. അപ്പോൾ നാട്ടിലൊക്കെ ധാരാളം ചക്ക കിട്ടുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പച്ച ചക്ക എടുത്തിട്ടുണ്ട്. ഇത് പക്കോട ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് കനം കുറച്ചിട്ട് സ്ലൈസ് ആക്കി എടുക്കണം. ഒട്ടും കനമില്ലാതെ ഇതേപോലെ ഈ ഇരിക്കുന്നതെല്ലാം സ്ലൈസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതെല്ലാം കനമില്ലാതെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് ചേർക്കുന്നില്ല, കുട്ടികൾക്ക് കൊടുക്കാനുള്ളതായതുകൊണ്ട് പച്ചമുളക് ചേർത്തിട്ടില്ല ഇതിലേക്ക്. ഇനി ഇതിലേക്ക് 1 നുള്ളു കായപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ ഉള്ളിവടക്കൊക്കെ എടുക്കുന്ന പോലെ കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ചേർക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ 1 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. അപ്പോൾ ഇതിൽ കടലമാവ് കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ കടലമാവ് കൂടി ചേർക്കുന്നുണ്ട്. കടലമാവ് കൂടാതിരിക്കുന്നതാണ് നല്ലത്, അപ്പോഴേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിനി ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ചീനിച്ചട്ടിയിൽ ഓയിൽ ചൂടാകാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഇത് 1 സ്പൂൺ ഉപയോഗിച്ചിട്ട് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു സൈഡ് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഇത് മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതായിട്ടുണ്ട്. ഇതിന് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ബാക്കിയിരിക്കുന്ന ഈ പക്കോടയുടെ മിക്സും ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പക്കോട എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി മാറ്റി വെച്ചിട്ട് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ പഴുത്ത ചക്ക എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത ചക്കയാണെങ്കിൽ നല്ല മധുരം ഉണ്ടാവും മിൽക്ക് ഷേക്കിന്. അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് പാൽ ആദ്യം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് ബാക്കി പാൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. പാൽപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഒഴിവാക്കിയാൽ മതി. ഇതിനെ അരച്ചിട്ടെടുക്കാം.
അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന 1 ഗ്ലാസ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഐസ് ക്യൂബ്സ് കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഏലക്ക പൊടിച്ചത് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാനും മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ പക്കോടയും നല്ല ക്രിസ്പിയാണ്. ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. മിൽക്ക് ഷേക്കും പക്കോടയും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഹംലൂസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.